ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതും ഒരു കുക്കർ ചിക്കൻ ബിരിയാണി, അതും വേഗത്തിൽ തന്നെ. അപ്പോൾ വായോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് 30 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ, നോർമൽ സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുക്കുന്നത്. ഞാനിവിടെ 1 കിലോ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 6 സവാള ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സവാള നല്ല ബ്രൗൺ കളറായി വരുന്നിടം വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴണ്ട് ബ്രൗൺ കളറായി വരുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണേൽ നമുക്ക് കിട്ടാനായിട്ട്. ഇങ്ങനെ ഒരു ബ്രൗൺ കളറാണ്. ഇനി അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നത് ഇതിന് ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് നല്ലതായിരിക്കുമേ. ഇനിയാണ് നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഫസ്റ്റിലെ തന്നെ ഇടാതെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ ബിരിയാണിയുടെ ഫ്ലേവർ മൊത്തം ഇതിൻ്റെ ഒരു ഫ്ലേവറായിരിക്കും. അതിൽ നല്ലത് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് സ്പൈസസ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് 2 പച്ചമുളക് ചതച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് അത്രയും കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനില്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് അങ്ങനെ ലിഡ് അടച്ച് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കണേ. പാത്രം അടപ്പടച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്യാൻ വെക്കണേ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിത് തുറന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരി ഇവിടെ കഴുകാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ ആണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടിപ്പം അതിലേക്ക് നമ്മൾ ആ അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അധികം നേരം കുതിർത്തിട്ടില്ല അരി. അപ്പം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടിട്ട് നമുക്ക് ഇതും നല്ലപോലെ ഒന്ന്